ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മധു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കോവിഡ് വാക്സിൻ ലഭിക്കണമെങ്കിൽ കോവിൻ എന്നുള്ളൊരു വെബ് പോർട്ടലിൽ കയറി നമ്മുടെ മൊബൈൽ നമ്പറും ആധാർ കാർഡും വെച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കോവിഡ് വാക്സിൻ ലഭിക്കുകയുള്ളൂ. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാക്കിയ കോവിൻ അക്കൗണ്ട് മറ്റൊരു നമ്പറിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടേറെ പേർ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നമ്പറുകൾ ഉപയോഗിച്ചാണ് കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കോവിൻ പോർട്ടലിൽ മറ്റുള്ളവരുടെ മൊബൈൽ നമ്പർ വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് സ്വന്തം മൊബൈൽ നമ്പറിലേക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ URL അടിക്കുന്ന സെക്ഷനിൽ cowin.gov.in എന്ന വെബ്സൈറ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക. അതിൽ രജിസ്റ്റർ സൈൻ ഇൻ എന്നുള്ള സെക്ഷൻ അമർത്തുക. അപ്പോൾ സെൽഫ് രജിസ്ട്രേഷൻ .cowin.gov.in എന്നൊരു വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഗെറ്റ് OTP എന്നുള്ള സെക്ഷൻ അമർത്തുകയാണ്. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ഷനാണ് ഓപ്പൺ ആയി വരിക. ഇതിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്ത 3 അക്കൗണ്ടുകളാണ് കാണിക്കുന്നത്. ഇതിൽ എൻ്റെ അമ്മയുടെയും എൻ്റെയും ഫസ്റ്റ് ഡോസ് കഴിഞ്ഞതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ്റെ 2 ഡോസും കഴിഞ്ഞതാണ്, അത് കാരണം കൊണ്ട് അതും അതിൽ കാണിക്കുന്നുണ്ട്. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. റൈസ് ആൻഡ് ഇഷ്യൂ എന്നുള്ള ബട്ടൺ അമർത്തുക. ഏറ്റവും അവസാനമായി കാണുന്ന ട്രാൻസ്ഫർ എ മെമ്പർ ടു ന്യൂ മൊബൈൽ നമ്പർ എന്നുള്ള സെക്ഷൻ അമർത്തുക. അതിനുശേഷം മെമ്പർ ഡീറ്റെയിൽസിൽ ഏത് അക്കൗണ്ടാണോ മാറ്റേണ്ടത് ആ നെയിം അടിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് പുതിയ മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സത്യവാങ്മൂലം അത് ടിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പർ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പുതിയതായി കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ 1 ടൈം പാസ്വേഡ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കത് വന്നിട്ടുണ്ട്. ഞാനതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് ആ പുതിയ മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ കാണിക്കും. അതിനുശേഷം ബാക്ക് ബട്ടൺ അമർത്തിയാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ 3 അക്കൗണ്ട് കാണിച്ച അവിടെ 2 അക്കൗണ്ട് മാത്രമേ കാണിക്കുകയുള്ളൂ. അതായത് എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ആയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ അക്കൗണ്ട് ഞാനിപ്പോൾ ലോഗൗട്ട് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ കൊടുത്ത പുതിയ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ട് അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോർട്ടലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ അമർത്തുകയാണ്. അപ്പോൾ OTP എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. ഞാനത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ അമർത്തുകയാണ്. ഓപ്പണായി വരുമ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്ത അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓപ്പണായി കാണാം. ഇവിടെ മൂവ് അക്കൗണ്ട് ആണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. റെഫറൻസ് ID, മെമ്പർ നെയിം, മൂവ് അക്കൗണ്ട് ആണെന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തവണ മാത്രമേ അക്കൗണ്ട് നമുക്ക് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് മൂവ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് കാരണം അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യാനൊന്നും പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു നമ്പർ ഉപയോഗിച്ച് 4 പേർക്ക് വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.